നമസ്കാരം. ഒരു മൊബൈൽ ഫോൺ ദൃശ്യം, അതും വെറുമൊരു സ്കൂൾ തർക്കം അതിക്രൂരമായ മർദ്ദനത്തിലേക്ക് വഴിമാറിയതിന്റെ നേർക്കാഴ്ച കേരള മനസ്സാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വെറുമൊരു കുട്ടികളുടെ തർക്കം എന്ന് പറഞ്ഞ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ഒരു കേസ്. ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ഒരു നാടിന്റെ ആകെ ചർച്ചാ വിഷയമായി മാറിയ കാഴ്ചയാണിപ്പോൾ കാണുന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ നടന്ന ഈ അതിക്രമത്തിൽ കുറ്റക്കാരായ 4 വിദ്യാർത്ഥികൾ ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡിലായി കാക്കനാട് ഒബ്സർവേഷൻ ഹോമിൽ ആണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ ജനുവരി 14-നാണ് ആ ദുരന്ത നാടകം അരങ്ങേറിയത്. സാധാരണ പോലെ സ്കൂളിലേക്ക് പോകാൻ പൈങ്ങോട്ടൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയ 9ാം ക്ലാസ്സുകാരൻ ഒരു കെണിയിലേക്കായിരുന്നു നടന്നെടുത്തത്. അവിടെ അവനെ കാത്തുനിന്നത് 4-അംഗ വിദ്യാർത്ഥി സംഘമായിരുന്നു. യാതൊരു ദയയുമില്ലാതെ അവരവനെ ബസ് സ്റ്റാൻഡിന് സമീപം ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഒഴിഞ്ഞ കോൺക്രീറ്റ് കെട്ടിടത്തിനുള്ളിൽ വെച്ച് നടന്നത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ക്രൂരതയായിരുന്നു. ഒരു വശത്ത് മർദ്ദനം തുടരുമ്പോൾ ഇതിൽ ഒരാൾ യാതൊരു കൂസലുമില്ലാതെ തന്റെ മൊബൈലിൽ ഈ ദൃശ്യങ്ങളെല്ലാം ഒപ്പിയെടുക്കുകയായിരുന്നു. എന്ത് ധൈര്യത്തിലാണ് അവർ ഇത് ചെയ്തത് എന്നോർത്ത് കേരളം അത്ഭുതപ്പെടുകയാണ്. കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായത്. അതേ സ്കൂളിൽ 9ലും 10ലും പഠിക്കുന്ന 2 പേരും മറ്റു 2 സ്കൂളുകളിൽ നിന്നുള്ള 2 പേരുമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ. സ്കൂളിലെ ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു ചെറിയ തർക്കമാണ് പിന്നീട് ഈ വൈരാഗ്യത്തിലും മർദ്ദനത്തിലും കലാശിച്ചതെന്നാണ് പോത്താനിക്കാട് പോലീസിന്റെ കണ്ടെത്തൽ. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം എത്ര വലിയ പ്രശ്നങ്ങളിലേക്കാണ് വിദ്യാർത്ഥികളെ തള്ളിവിടുന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണം കൂടിയാണിത്. മർദ്ദനമേറ്റ് ചോരയൊലിപ്പിച്ച് സ്കൂളിലെത്തിയ കുട്ടിയെ കണ്ട അധ്യാപകർ ഉടൻ തന്നെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് രംഗത്തെത്തി. തുടക്കത്തിൽ ഈ സംഭവം ഒരു ഒത്തുതീർപ്പാക്കാനായിരുന്നു ശ്രമങ്ങൾ ഉണ്ടായത്. പോലീസും മർദ്ദനമേറ്റ കുട്ടിയുടെയും മർദ്ദിച്ചവരുടെയും മാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഒരു ധാരണയിലെത്തിയെന്നും പ്രശ്നം അവിടെ അവസാനിച്ചുവെന്നാണ് അന്നു കരുതിയത്. എന്നാൽ ഒത്തുതീർപ്പിൽ കേസ് ഒതുങ്ങിയെന്ന് വിശ്വസിച്ചവരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പിന്നീട് ചില കുട്ടികളുടെ കൈകളിൽ എത്തുകയും അവിടെ നിന്ന് അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു. രക്തം വാർന്ന് വേദന കൊണ്ട് പൊളയുന്ന ഒരു കുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ട മാതാപിതാക്കൾക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. മകൻ ഇത്രയും വലിയ ക്രൂരതയ്ക്ക് ഇരയായി എന്നത് ആ ദൃശ്യങ്ങളിലൂടെ തിരിച്ചറിഞ്ഞതോടെ അവർ വീണ്ടും പോലീസിനെ സമീപിച്ചു. പിന്നെ നടന്നതെല്ലാം അതിവേഗമായിരുന്നു. മാതാപിതാക്കളുടെ പരാതിയെ തുടർന്ന് പോത്താനിക്കാട് പോലീസ് 4 വിദ്യാർത്ഥികൾക്കെതിരെയും ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ 325-ാം വകുപ്പ് പ്രകാരം കേസെടുത്തു. ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് എറണാകുളം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ മാതാപിതാക്കൾക്കൊപ്പം ഹാജരായ ഇവരെ പിന്നീട് 14 ദിവസത്തേക്ക് കാക്കനാട് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റാൻ ഉത്തരവിടുകയായിരുന്നു.